ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മാഗി. ഞാൻ റോമിൽ ഏകദേശം 10 വർഷമായിട്ട് ടൂർ ഗൈഡായിട്ട് വർക്ക് ചെയ്യുവാണ് കേട്ടോ. ഒരു പുതിയ സ്ഥലവും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? റോമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് പിയാച്ച ഡി സ്പാഞ്ഞ, സ്പാനിഷ് സ്റ്റെപ്സ്. ഈ സ്പാനിഷ് സ്റ്റെപ്സിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ എപ്പോഴും ഇത് എൻ്റെ മനസ്സിൽ വരും. അതായത് ഒരിക്കലും ഞാൻ വത്തിക്കാനിലെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ഒരു ഫാമിലി അവർ ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട്, അതായത് അവർക്ക് വത്തിക്കാനിൽ പോകണം, പാന്തിയോണിൽ പോകണം, സ്പാനിഷ് സ്റ്റെപ്സിൽ പോകണം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യമായിട്ടാണ് റോമിൽ വരുന്നതെന്ന്. എനിവേ, അപ്പോൾ അവരിങ്ങനെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കണ്ടു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സെയിൻറ്റ് പീറ്റേഴ്സിൻ്റെ ബസിലിക്കയുടെ നേരെ പൊക്കത്ത് ഡോം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണ്ട് ഇരിക്കുന്നു പാന്തിയോൺ എന്ന്. പാന്തിയോണിൻ്റെ ഡോം ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ മോള് ഉടനെ അതിൻ്റെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലുള്ള സ്റ്റെപ്സ് കണ്ടിട്ട് അവൾ ഉടനെ പറയുകയാണ്, ഇതാണ് സ്പാനിഷ് സ്റ്റെപ്സ് എന്ന്. അപ്പോൾ അവർ വിചാരിച്ചു ഈ റോം എന്ന് പറഞ്ഞാൽ ഒരു കുട കീഴിൽ ഇതെല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്ന്. ഞാൻ ചെന്നിട്ട് തിരുത്തി കൊടുത്ത് സ്പാനിഷ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ വത്തിക്കാനിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ഡ്രൈവിൽ വരുവാണെങ്കിൽ നമ്മളിവിടെ എത്തിച്ചേരും. അങ്ങനെ ഞങ്ങളിവിടെ സ്പാനിഷ് സ്റ്റെപ്സിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് കാണാം, ഒരു അല്പം വിരോധാഭാസമുണ്ട് അല്ലേ. അതായത് റോമിൽ ഒരു സ്പാനിഷ് സ്റ്റെപ്സ് ബിൽറ്റ് ബൈ ഫ്രഞ്ച്. ഡസൻ മേക്ക് സെൻസ് അല്ലേ. ഞാനത് കോംപ്ലിക്കേഷനാക്കി തന്നു അല്ലേ. സാരമില്ല, ഞാൻ എല്ലാ ഹിസ്റ്ററിയും കൃത്യമായിട്ട് ഇന്ന് വിവരിച്ച് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. റോമിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട 5 ഫ്രീ സൈറ്റുകളിലൊന്നാണ് സ്പാനിഷ് സ്റ്റെപ്സ്. സ്പാനിഷ് സ്റ്റെപ്സ് എന്ന പേര് ലഭിച്ചത് ഇവിടെ സ്പാനിഷ് എംബസി ഉള്ളതുകൊണ്ടാണ്. ഒരു ഫ്രഞ്ച് ഡിപ്ലോമറ്റായ ഏത്തിയൻ ഗോഫറാണ് ഇതിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ കുന്നിന് മുകളിലായിട്ട് ട്രിനിത്ത ദൈ മോന്തി എന്നൊരു ദേവാലയമുണ്ട്. ഈ ദേവാലയത്തിൽ എത്തിച്ചേരുവാനുള്ള 138 സ്റ്റെപ്സാണ് സ്പാനിഷ് സ്റ്റെപ്സ്. റോമിലുള്ള ഫ്രഞ്ച് പോപ്പുലേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് ട്രിനിത്ത ദൈ മോന്തി. ഇവിടെ ഇരിക്കുന്ന 3 വ്യക്തികളെ കണ്ടോ? അതിൽ 2 പേരെ നമുക്ക് നല്ല പരിചയമുള്ളവരാണല്ലോ. കീറ്റ്സ് ആൻഡ് ഷെല്ലി. കേട്ടിട്ടുണ്ടോ ഇവരെക്കുറിച്ച്? അവരുടെ മ്യൂസിയമാണ് ഇത് കേട്ടോ. ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയുള്ളതുകൊണ്ട് കവികളുടെയും ചിത്രകാരന്മാരുടെയും കലാകാരന്മാരുടെയും സ്ഥിര സാന്നിധ്യം ഇവിടെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വശീകരിക്കാൻ സുന്ദരികളായ യുവതികളും. അങ്ങനെയാണ് ഇവിടം റൊമാൻറ്റിക് മീറ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സ്പോട്ട് എന്ന പേര് ലഭിച്ചത്. അതിൽ ജോൺ കീറ്റ്സിൻ്റെ സാന്നിധ്യം വളരെ പ്രസിദ്ധമാണ്. 1820 ഇംഗ്ലീഷ് പോയിറ്റായ ജോൺ കീറ്റ്സ് ഈ കാണുന്ന പാലസ് വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങൾ ഇവിടെ ചിലവഴിക്കുകയും ചെയ്തു. ട്യൂബർകുലോസിസ് എന്ന രോഗത്താൽ കഷ്ടപ്പെട്ട കീറ്റ്സിന് റോമിലെ ക്ലൈമറ്റ് നല്ലതായതിനാൽ ട്യൂബർകുലോസിസിൽ നിന്ന് രക്ഷ നേടാനാകും എന്ന അദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കീറ്റ്സ് ഇവിടെ എത്തിയത്. എങ്കിലും നിർഭാഗ്യവശാൽ വെറും 25-ാം വയസ്സിൽ 1821 കീറ്റ്സ് മരണമടഞ്ഞു. ഇവിടെ റോമിൽ വെച്ച് എഴുതിയ കീറ്റ്സിൻ്റെ എല്ലാ റൊമാൻറ്റിക് പോയംസും ഇംഗ്ലണ്ടിലെ എല്ലാ കാലത്തെയും ബെസ്റ്റ് സെല്ലിംഗ് ബുക്സാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറക്കാനാവാത്ത 2 കവികളാണ് കീറ്റ്സ് ആൻഡ് ഹിസ് ഫ്രണ്ട് ഷെല്ലി. കീറ്റ്സിൻ്റെ മരണത്തിന് ശേഷം ഒരു അമേരിക്കൻ പോയറ്റ് കീറ്റ്സ് ആൻഡ് ഷെല്ലിയുടെ ഓർമ്മയ്ക്കായി 1906 ഈ ബിൽഡിംഗ് സ്വന്തമാക്കുകയും അത് ഒരു മ്യൂസിയമായിട്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. 1723 ഫ്രാഞ്ചെസ്കോ ദി സാങ്തിസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് സ്പാനിഷ് സ്റ്റെപ്സ് ബിൽഡ് ചെയ്യുന്നതിനുള്ള കോൺട്രാക്റ്റിൻ്റെ മത്സരം ജയിച്ചത്. അങ്ങനെ 1725 അദ്ദേഹം ഈ സ്റ്റെപ്സിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇവിടെ ഒരു ഫൗണ്ടൻ കണ്ടോ? ഇതും ആക്വ വീർഗോ എന്ന് പറയുന്ന ആക്വഡക്റ്റ് വഴി കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളിവിടെ കാണുന്ന ഈ ഫൗണ്ടൻ
എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഫൊന്താന ദെല്ല ബർക്കാച്ച എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്നറിയാമോ? അൻ അഗ്ലി ബോട്ട്, ഫൗണ്ടൻ ഓഫ് ആൻ അഗ്ലി ബോട്ട്. അതിന് അഗ്ലി ബോട്ട് എന്ന് പേര് ലഭിച്ചതിന് ഒരു കഥയുണ്ട് കേട്ടോ. അതായത് 1598 ടൈബർ റിവർ കരകവിഞ്ഞൊഴുകി, പല സാധനങ്ങളും ഒലിച്ചുപോയി. അങ്ങനെ ഒരു ഫിഷിംഗ് ബോട്ട് ഇവിടെ വന്ന് അടിഞ്ഞു കിടന്നു. ഇവിടം ആൾപ്പാർപ്പിടമില്ലാത്തതിനാൽ വർഷങ്ങളോളം ആ വള്ളം ഇവിടെ കിടന്നു. അതുകൊണ്ട് ഈ ഫൗണ്ടൻ പലപ്പോഴും ആ സംഭവമാണ് റോമാക്കാരെ ഓർമ്മിപ്പിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അർബൻ ദി 8 എന്ന് പറയുന്ന മാർപ്പാപ്പയായതോടെ ഇവിടെ ഒരുപാട് റെസ്റ്റോറേഷൻ നടന്നു. അതിൻ്റെ ഭാഗമായി 1627 അക്വഡക്റ്റ് അക്വ വീർഗോ വഴി ട്രെവി ഫൗണ്ടനിലെത്തുന്ന വെള്ളം അണ്ടർഗ്രൗണ്ട് പൈപ്പുകളിലൂടെ ഈ ലൊക്കാലിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അർബൻ ദി 8 കമ്മീഷൻ ചെയ്തതാണ് ഈ ഫൗണ്ടൻ. ഫേമസ് ആയിട്ടുള്ള ജാൻ ലൊറൻസോ ബെർണീനിയും അദ്ദേഹത്തിൻ്റെ പിതാവ് പിയത്രോ ബെർണീനിയുമാണ് ഈ ഫൗണ്ടൻ്റെ ശില്പികൾ. ആ കാണുന്നതാണ് ഫ്രഞ്ചുകാർ ബിൽറ്റ് ചെയ്ത ദൈവാലയം. നമുക്ക് അവിടെ പോയിട്ട് മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി കാണാം. വിയ ദൈ കൊന്തോത്തി എന്നാണ് പറയുന്നത്. റോമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റാണ് വിയ ദൈ കൊന്തോത്തി. സ്പാനിഷ് സ്റ്റെപ്സ് 3 നിര സ്റ്റെപ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ 2ാമത്തെ നിരയിലാണ്. ഇവിടെ ഒരു ചെറിയൊരു ടെറസുമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ വഴിയാണ് വിയ ദൈ കൊന്തോത്തി. റോമിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. വലതുവശത്തായിട്ടാണ് വിയ ദെൽ ബബുവീന. 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പ്യാച്ച ദെൽ പോപ്പുളോയിൽ എത്താൻ പറ്റും. ഇടതുവശത്തായി കാണുന്നത് വിയ ഫ്രത്തീന. 17-18 നൂറ്റാണ്ടുകളിലെ ഏറ്റവും സമ്പന്നർ താമസിച്ചിരുന്ന ഒരു സ്ട്രീറ്റാണ് വിയ ഫ്രത്തീന. ഇനി നമുക്ക് കിയേസ ദെല്ല ട്രിനിറ്റ ദെയ് മോണ്ടി, ദ ചർച്ച് ഓഫ് ദ ട്രിനിറ്റി ഇൻ ദി മൗണ്ടൻ എന്ന ഈ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കാം. അകത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളും ദിവ്യബലിയും എല്ലാം ഫ്രഞ്ച് ഭാഷയിലാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് വില്ല മെദിച്ചി. മൈക്കലാഞ്ചലോ വത്തിക്കാനിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ കുറച്ചു കാലം ഇവിടെ താമസിച്ചിട്ടാണ് വത്തിക്കാനിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ടൈബർ റിവറിൻ്റെ നോർത്ത് ഭാഗത്തിലുള്ള 3 ഫേമസ് ഹില്ലുകളും നമുക്ക് കാണാം. ജന്നിക്കൊലേസെ, വാരിക്കിൻ ഹിൽ, മൗണ്ട് മാരിയോ. നമ്മളിപ്പോൾ ഉള്ളത് പ്യാച്ച മിഞ്ഞലേലിലാണ്. ഇവിടെ അമലോത്ഭവ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. 9-ാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവ മാതാവിൻ്റെ ഡോഗ്മ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ മാതാവിനോടുള്ള ബഹുമാനാർത്ഥം 1857 നിർമ്മിച്ചതാണ് ഈ സ്മാരകം. ലൂയിജി പൊലേത്തിയാണ് ഇതിൻ്റെ ശില്പി. 9-ാം പിയൂസ് മാർപ്പാപ്പയെ പുനരുദ്ധാന സഭാ വിരോധികളിൽ നിന്ന് രക്ഷിച്ച നാപ്പോളിയിലെ രാജാവായ ഫെർഡിനാൻഡ് രണ്ടാമനാണ് ഈ സ്മാരകത്തിനുള്ള ഫണ്ട് നൽകിയത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലായ്പ്പോഴും ബഹുമാന്യനായ ഒരു രാജാവാണ്. എല്ലാ വർഷവും ഡിസംബർ 8-ാം തീയതി മാർപ്പാപ്പ ഇവിടെ സന്ദർശിക്കുകയും മാതാവിൻ്റെ കൈകളിൽ മാർപ്പാപ്പ ഒരു റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. ഇതിനുവേണ്ടി മാർപ്പാപ്പയെ സഹായിക്കുന്നത് ഫയർ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്മാരകം ലോകത്തിൽ ഫയർ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഈ റീത്തിൽ എല്ലാ വർഷവും എഴുതി വയ്ക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വാചകമുണ്ട്. അതായത് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഞങ്ങൾ ജീവൻ കൊടുത്തും തീയിൽപ്പെടുന്ന മനുഷ്യരുടെ ജീവിതം രക്ഷിക്കും. ഇതൊരു ഫ്രീ സൈറ്റാണ്. മെട്രോ വഴി നമ്മൾക്കിവിടെ എത്തിച്ചേരാവുന്നതാണ്.
മിക്കവാറും തന്നെ എല്ലാവരും ഈ സ്ഥലം വിസിറ്റ് ചെയ്യുന്നത് സായാഹ്നങ്ങളിലാണ്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ സ്റ്റെപ്സ് ലൈലാക്ക്, അസ്ലയ എന്നീ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. ഇത് കാണുവാൻ വേണ്ടി മാത്രം വരുന്ന ടൂറിസ്റ്റുമുണ്ട്. സ്റ്റെപ്സിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതിനു മുമ്പ് ദേവാലയത്തിലൊന്ന് പോകണം. നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എവരിബഡി പ്ലീസ് സ്റ്റേ ബ്ലെസ്ഡ്. സീ യു ഓൾ സൂൺ. ബൈ ബൈ.